എത്ര എത്ര കാതം അപ്പുറത്തു നിന്നും എത്തി നീ ഇപ്പോഴും ദുഃഖ സത്യം. എന്ത് ഫീലുള്ള പാട്ടല്ല ചേട്ടാ ഇതൊക്കെ. ഇതൊന്നും പാട്ടല്ലല്ലോടാ, ലൈഫല്ലേ. പക്ഷേ എന്നെ വണ്ടടിപ്പിക്കുന്ന കാര്യം അതല്ല, നിന്റെ ജനറേഷനിലുള്ള പിള്ളേർ ഈ പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതാണ്, മ്യൂസിക്കിന് ജനറേഷൻ ഇല്ല. നീ സിനിമ കണ്ടിട്ടുണ്ടോ? അഞ്ജലവ് സ്പീക്കിംഗ് അല്ലേ, മൊത്തം കണ്ടിട്ടില്ല. പിന്നെ ഈ ഇൻസ്റ്റയില് ഷോർട്സ് ഒക്കെ വരുമ്പോ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചായിട്ടൊന്നും കണ്ടാൽ പോരാട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു പ്ലോട്ട് എടുത്തിട്ടേ 2-2.5 മണിക്കൂറിന്റെ പടം കോമഡി ബേസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവിടെയാണ് സിദ്ദിഖ് ലാലിന്റെ ബ്രില്യൻസ്. നമ്മൾ ആക്ച്വലി രണ്ടാളും ഒരേപോലെ അല്ലേ. എനിക്ക് പാട്ടിനോട് വല്ലാത്തൊരു കമ്പോ, ചേട്ടനത് ഡയറക്ഷനോട് വേണമെന്ന് മാത്രം. നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഓരോ സീനായിട്ട് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് വെക്കാറുണ്ട്. എന്നെങ്കിലും ഈ സീനൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. പിന്നെന്ത് പറ്റി? ലൈഫിൽ ആഗ്രഹത്തേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ടല്ലോ പണത്തിനാണ്. അങ്ങനെ പറഞ്ഞ് എല്ലാവരും എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ കുടുംബം, പ്രാരാബ്ദം, കുട്ടികൾ. ചേട്ടാ, ഈ പാട്ട് ചേട്ടന്റെ മാത്രം ജീവിതമല്ല, എൻ്റെ ഒക്കെ ജീവിതം തന്നെയാ. കാരണം പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടേ അത് പഠിക്കണം എന്ന് കരുതിയതാ. അപ്പൊ ദേ വരുന്ന വീട്ടുകാർ എഞ്ചിനീയറിംഗ് സീറ്റും കൊണ്ട് ചോദിച്ചപ്പോ പറഞ്ഞത് പഠിത്തം കഴിഞ്ഞിട്ടുള്ള പാഷനൊക്കെ മതിയെന്ന്. പക്ഷെ എന്റെ പേടി അങ്ങനെ ഒരു ദിവസം വന്നില്ലെങ്കിലോ? അറിയില്ല, ചിലപ്പോ വന്നേക്കും. ചിലപ്പോ കാത്തിരുന്ന് അതില്ലാണ്ടാവും. സോ ഇറ്റ്സ് എ സെയിം തിങ് അല്ലേ. ഞാൻ ഇഷ്ടമില്ലാത്തത് പഠിക്കുമ്പോ ചേട്ടൻ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു. പക്ഷെ നമ്മളിതൊന്നും കൈവിട്ടിട്ടില്ലടാ. എന്നും ഹോൾഡ് ചെയ്യാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അതെ, നമ്മൾ ലോസ്റ്റ് ഒന്നുമില്ല. നമുക്കിനിയും ട്രൈ ചെയ്യാന്നേ. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് സക്സസ് ആയാലോ? ആകും. എങ്ങനെ? 1000 കിനാക്കളാൽ